മരണമാസ് ഇന്നലെ കണ്ട സിനിമയാണ് മരണമാസ്. ബസിൽ ജോസഫ് നായകനായി, ശിവപ്രസാദ് ഡയറക്റ്റ് ചെയ്ത്, സിജു സണ്ണി എഴുതി, റോബിനോ തോമസും ടിൻസൺ തോമസും ചേട്ടനനിയനാണ്, പിന്നെ റാഫേൽ, പിന്നെ തൻസീർ, ഈ 4 പേരും കൂടിയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രദേശത്തെ മുഴുവനും ഭീതിയിലാക്കുന്ന റിപ്പർ ചന്ദ്രനെ പോലുള്ളൊരു സീരിയൽ കില്ലറുടെ കഥയാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും കോമഡിയാണ്. കാരണം കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ റിപ്പർ സീരിയസ് കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഭയാനകപ്പെടുത്തുന്ന തരത്തിലായിരിക്കുമല്ലോ. പക്ഷെ ഇത് കോമഡിയാണ്. ഇതിനകത്ത് ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ നാട്ടുമ്പുറത്തെ ഒരു കണ്ണാപ്പിക്കുട്ടൻ എന്നൊക്കെ പറയാം. ആ ഒരു ശൈലിയിലാണ് പുള്ളിയുടെ വേഷവിധാനങ്ങളും ഒരു കഥാപാത്രം അങ്ങനെ. പിന്നെ നടിയായിട്ട് അനീഷ്മ, ഇക്കാര്യത്തെയും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സിജുവൊക്കെ കൂടിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സിജുവിനും ഈ സിനിമയിലൊരു വേഷമുണ്ട്. ഇതിനകത്ത് സിജുവിൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു അയ്യോ ഭാവത്തെ പോലെയാണ്. എന്ത് കണ്ടാലും ഒന്നെങ്കിൽ പേടി, ഒരു അനാഥനായിട്ടുള്ളൊരു കഥാപാത്രം അഭിനയിക്കുന്ന പുള്ളി. പിന്നെ ഉള്ളത് നമ്മുടെ സുരേഷ് കൃഷ്ണ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ കോമഡി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പോൾ പഴയ കാലത്തൊക്കെ വില്ലന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും കോമഡി രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബു ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ കരാട്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കുൻഫു, അത് ഇത്തരത്തിലൊക്കെ ഉള്ളതാണല്ലോ. എന്നാലും പക്ഷെ നമ്മൾ അത്ര പ്രതീക്ഷിച്ചൊന്നും വേണ്ട. ഇതിനകത്ത് ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു പെറ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന തരത്തിലുള്ളൊരു പോലീസുകാരൻ. അപ്പോൾ അത് രണ്ടും കൂടി ഇടകലർന്നിട്ടുള്ളൊരു അഭിനയമാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. രാജേഷ് മാധവനാണ് ഈ സിനിമയിലെ നമ്മുടെ സീരിയൽ കില്ലർ എന്ന് പറയുന്ന കഥാപാത്രം. ആള് നല്ല കൊമേഡിയനാണ്. ആളുടെ പല പടങ്ങളും നല്ല ചിരിക്കാനൊക്കെ ഉള്ള പടം കേട്ടോ. ഇതിനകത്തും പക്ഷെ ഒരു കൊലയാളിയായിട്ട് കാണണമെങ്കിലും അത്ര വലിയ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിനയമൊന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ജോമോൻ, പുള്ളി നല്ല കോമഡിക്കാരനായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ ഭയങ്കര ബോറിംഗ് ഉള്ള രീതിയിലൊക്കെ കാഴ്ചവെച്ചത്. നമ്മുടെ സുരേഷ് കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം എല്ലാവർക്കും ഓർമ്മ വരുന്നത് മറ്റ് ആളെ പറഞ്ഞ് ഭരതനൊക്കെ ഞാൻ ആളെ കൂട്ടിവിടാം എന്ന് പറയുന്ന ഡയലോഗ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഓർമ്മ. ആ ഡയലോഗും ഇതിനകത്ത് കൊടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ആളുണ്ട്, നമ്മുടെ ചിത്രത്തിൽ ഫേസ് കാണിക്കാതെ ശബ്ദം കൊണ്ട് അഭിനയിച്ച ഒരാളുണ്ട് ഇതിനകത്ത്. നാഗസൈനേന്ദ്ര ഈ സിനിമയിലുള്ളൊരു കഥാപാത്രം തന്നെയാണ്. പക്ഷെ ഫേസ് കാണിച്ചിട്ടില്ല ആൾ. കഥയുടെ കൂടുതൽ ഭാഗവും പോകുന്നത് ബസ്സിലാണ്. ബസ്സിൽ കൊലയാളിയും കൊലയാളിയുടെ ലക്ഷ്യവും അതുപോലെ നായികയും നായകനും ബസ്സിൽ ഉള്ള യാത്രക്കാരൊക്കെ കൂടിയിട്ടുള്ളൊരു പോക്കിലാണ് നമ്മുടെ ക്ലൈമാക്സ് സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണന്മാരെയാണ് കൊല്ലുന്നത് കൂടുതലും. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തിനാണ് കൊല്ലുന്നതെന്ന്. നമുക്കെല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ. സിനിമ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ തെരുവിളിക്കില്ലേ. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയണം. പക്ഷേ പലരുടെ പേര് നമ്മൾ പറയുന്നില്ല. എല്ലാവരുടെയും പേര് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പേരുണ്ട്. നീരജ് രവിയാണ് സിനിമയുടെ ക്യാമറാമാൻ. ക്യാമറ വർക്കൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ എഡിറ്റർ ചമ്മൻ ചാക്കോ, എഡിറ്റർ നല്ല മ്യൂസിക് JK. അപ്പോൾ സിനിമ ഏതായാലും നല്ല അടിപൊളി പടമാണ്, കിടിലൻ മൂവിയാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി സിനിമ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ചിത്രങ്ങൾ ഇവർക്ക് നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മരണമാസ് ടീം. അപ്പോൾ വീണ്ടും അടുത്തൊരു വിശേഷവുമായി നമുക്ക് കാണാം. ഓക്കെ.